പാരമ്പര്യ ശത്രുക്കളാണ് യു എസും റഷ്യയും. ചൈനയും യു എസിൻ്റെ എതിർചേരിയിലാണ് എന്നും. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ യു എസ് യുക്രൈന് കൈയയച്ച് സഹായം നൽകി. എന്നാൽ ട്രംപ് അധികാരമേറ്റതോടെ യുക്രൈനുള്ള സഹായത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. റഷ്യയോടുള്ള ഭിന്നത കുറഞ്ഞതുകൊണ്ടല്ല, വർഷങ്ങളായി നീളുന്ന യുദ്ധത്തിൽ ഇനിയും യുക്രൈനെ സഹായിച്ചാൽ യു എസിൻ്റെ കൈപൊള്ളുമെന്ന് ട്രംപിന് നന്നായി അറിയാം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. യു എസിൻ്റെ പ്രസിഡൻ്റായി അധികാരമേറ്റ് മാസങ്ങൾ കഴിഞ്ഞിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനോ എന്തിന് താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കാനോ പോലും ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വലിയ നിരാശ ട്രംപിനുണ്ട്. അതിനിടയിൽ CNN ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ട്രംപ് പുടിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുക്രൈൻ ആക്രമണം തുടർന്നാൽ മോസ്കോയിൽ ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തൈവാന് ഭീഷണിയായി നിൽക്കുന്ന ചൈനയെയും ട്രംപ് ഭീഷണിപ്പെടുത്തി. ബോംബ് ഭീഷണി മുഴക്കിയതുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ഒരു വീഡിയോ ആണ് CNN പുറത്തുവിട്ടത്. യുക്രൈനെതിരെ ആക്രമണം തുടർന്നാൽ റഷ്യയിൽ ബോംബിടുമെന്ന് റഷ്യയുടെ പ്രസിഡൻ്റായ പുടിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഓഡിയോയിൽ ട്രംപ് അവകാശപ്പെടുന്നത്. ന്യൂയോർക്കിലെയും ഫ്ലോറിഡയിലെയും ഫണ്ട് റൈസർമാരുമായി സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഈ പരാമർശങ്ങൾ നടത്തിയത്. തായ്വാൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോടും സമാനമായ മുന്നറിയിപ്പ് നൽകിയതായും യു എസ് ബീജിങ്ങിൽ ബോംബ് വയ്ക്കുമെന്ന് പറഞ്ഞതായും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപ് രണ്ടാം തവണയും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനിടെ നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയാവുകയാണ്. ന്യൂയോർക്കിലും ഫ്ലോറിഡയിലും നടന്ന 2024 ഫണ്ട് റൈസർമാരുടെ യോഗത്തിലാണ് ട്രംപിൻ്റെ പരാമർശങ്ങൾ റെക്കോർഡ് ചെയ്തത്. പിന്നീട് ജോഷ് ഡോസി, ടൈലർ പേജർ, ഐസക് ആൻസ്ഡോർഫ് എന്നിവർക്ക് ഇവ ലഭിച്ചു. അവരുടെ പുതിയ പുസ്തകമായ 2024 അവർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. എന്നാൽ ഓഡിയോയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ട്രംപിൻ്റെ ക്യാമ്പിൽ നിന്നുള്ളവർ വിസമ്മതിച്ചു. ട്രംപിൻ്റെ മറ്റൊരു മുഖമാണ് ഓഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഫണ്ട് നൽകുന്ന സമ്പന്നരെ ആകർഷിക്കാനായി ട്രംപ് എന്ത് പറയാനും ചെയ്യാനും മടികാണിക്കാത്തയാളെന്ന് വ്യക്തമാണ്. ജോ ബൈഡന് പകരം താൻ പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ യുക്രൈനിലെയും ഗസയിലെയും സംഘർഷങ്ങൾ തടയുമായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും പുതിയ വിവാദങ്ങളിൽ ട്രംപ് പ്രതികരിച്ചിട്ടില്ല. ട്രംപിൻ്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് എല്ലാവരും.